ഈ നടപടിയെ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്നാണല്ലോ വിളിക്കേണ്ടത്. ദൂതനെ വെടിവെക്കുന്നത് പോലെ ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്ന സമയത്ത് ആ മധ്യസ്ഥ ചർച്ചയിൽ ഇടപെടുന്ന ആളുകളുടെ കൂടി അറിവോടുകൂടി ആ മധ്യസ്ഥം നടക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് എയർ സ്ട്രൈക്ക് നടത്തുക, അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നെഗോസിയേറ്റേഴ്സിനെ തന്നെ വധിക്കാൻ ശ്രമിക്കുക, ടാർഗറ്റഡ് സ്ട്രൈക്ക് നടത്തുക എന്ന് പറയുമ്പോൾ മധ്യസ്ഥത്തിന് താല്പര്യമില്ല. ഇത് സംഘർഷത്തിലൂടെ തന്നെ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും വളരെ നല്ല സൗഹൃദമുള്ള രാഷ്ട്രങ്ങളാണ്. ഈ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെന്റ് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് 2025 മുതൽ ഈ പറയുന്ന ഇറാൻ ഇസ്രായേൽ സ്ട്രൈക്ക് നടന്നപ്പോൾ തന്നെ അബ്സല്യൂട്ട് നോൺ പാർഷ്യാലിറ്റി എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ രണ്ടു കൂട്ടർക്കും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത്തിനും രമ്യമായിട്ടുള്ള പരിഹാരത്തിനും വേണ്ടി ശ്രമിക്കുക, സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുക, ഒരു നിലയിലും കൂടുതൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇറാഖുമായി നമുക്ക് വലിയ ചരിത്രപരമായി മാത്രമല്ല വലിയ നിലയിലുള്ള വ്യാപാര ബന്ധം പോലും ഉള്ളതാണ്. ഇറാഖിന്റെ അമീർ ഈ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. നമ്മൾ അവരുമായിട്ടൊരു FTA അഗ്രിമെന്റ്, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടുന്നതിന്റെ അവസാന പടവിൽ നിൽക്കുകയാണ്. 2020 ഡിസംബറോടുകൂടി അത് ഒപ്പിടും. ഒക്ടോബർ 6-ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. ആമീറിന്റെ ക്ഷണപ്രകാരം നരേന്ദ്രമോദി ദോഹയിലേക്ക് പോകാനിരിക്കുകയാണ്. അവിടെ വെച്ചൊരു കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ്, CEPA അഗ്രിമെന്റ് ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെക്കാനിരിക്കുകയാണ്. ഇന്ത്യയും ഖത്തറും തമ്മിൽ ഏറ്റവും നല്ല സൗഹൃദത്തിന്റെ ഒരു സമയത്ത് നിൽക്കുന്ന സമയമാണിത്. സ്വാഭാവികമായി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുള്ള കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ 8 ലക്ഷം ഇന്ത്യൻ പൗരന്മാർ വസിക്കുന്ന സ്ഥലമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 70% മലയാളികളാണ്. മൊത്തം ഖത്തറിലുള്ള ഇന്ത്യൻ ജനസമൂഹത്തിലെ 6 ലക്ഷം പേരും മലയാളികളാണ്. അവരും വസിക്കുന്ന സ്ഥലമാണ് ഖത്തറിന്റെ ക്യാപിറ്റലായിട്ടുള്ള ദോഹ എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ അവിടെ നടന്നിട്ടുള്ള ഒരു എയർ സ്ട്രൈക്ക് എങ്ങനെയാണ് അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷനെ ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള സമയങ്ങളിൽ അറിയേണ്ടതാണ്.